അപ്പോ ഞങ്ങൾ ഇന്നൊരു പടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ കാണുന്ന ആളാണ് കേട്ടോ നമ്മുടെ നായകൻ, വേറെ ആരുമില്ല, നമ്മുടെ സ്പൈഡർമാൻ. കൂടെ നമ്മുടെ ഹൽക്കും ഉണ്ട് കേട്ടോ. അപ്പൊ മസ്കറ്റിലെ അവന്യൂസ് മാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഷോ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ മാളിലേക്ക്. സത്യം പറയാനുള്ള ഈ സ്പൈഡർമാനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വക ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ജുറാസിക് വേൾഡും കിങ്കോങ് ഒക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളേ. എന്നാൽ ഏട്ടനാണെങ്കിൽ മാർവൽ സീരീസിന്റെ ഒരു പ്രാന്തനാണ് കേട്ടോ. ഏത് പടം വന്നാലും കാണും. മാരേജ് കഴിഞ്ഞപ്പോ ഏട്ടന്റെ കൂടെ കൂടി ഞാനും കണ്ടു തുടങ്ങി. അങ്ങനെ കണ്ട് ഇപ്പൊ ഞാനും മാർവലിന്റെ ഒരു ഫാൻ ഗേൾ ആയിരുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ അത് മാത്രല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഫാൻ ഷോയ്ക്ക് പോണേ. അങ്ങനെ ഫിലിം കഴിഞ്ഞു കേട്ടോ. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്പൈഡർമാൻ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ഇഷ്ടപ്പെടുവേ. അപ്പൊ ഫാൻ ഷോ ആയതുകൊണ്ട് തന്നെ അവിടെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് 2 പീസ് എടുത്ത് പുറത്തിറങ്ങി. ഇപ്പൊ സമയം രാത്രി 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാളെ 2 പേർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ തട്ടി തടയാൻ നിന്നില്ല. ഞങ്ങള് വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടേ. പിന്നെ പോണ വഴിക്ക് നല്ല അൽഫാമിന്റെ മണം വന്നിരുന്നേ. അപ്പൊ ഞങ്ങള് പിന്നെ അവിടെ കയറിയിട്ട് അതും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു നട്ടപ്പാത്രയ്ക്കും നമുക്ക് എന്ത് ക്രേവിങ്സ് വന്നാലും അതിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോവായി. അപ്പൊ വീട്ടിലെത്തണ വരെയും ഏട്ട ഈ പടത്തിനെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പൊ ഓക്കെ, ബൈ.